നിന്റെ ജോലി സ്ഥലത്തെങ്ങാനും ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം അവിടെ ആക്കിയാലോ എന്നാലോചിക്കും ചിലപ്പോ. പക്ഷെ വീടും പറമ്പും അന്യാധീനപ്പെടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, എപ്പോഴെന്താ സംഭവിക്കാന്ന് ആർക്കറിയാം. മോൾ ഒറ്റയ്ക്കാവുമല്ലോ എന്ന ചിന്തയാ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓടിക്കേറുക. മോളെ വിഷമിപ്പിക്കാനല്ല, ഉള്ളിലുള്ളത് ആരോടെങ്കിലും ഒക്കെ പറയണല്ലോ എന്ന് കരുതി പറഞ്ഞെന്നേ ഉള്ളൂ. ചേട്ടൻ കിടന്നോ? ഇല്ല, മോള് വന്നിട്ടുണ്ട്. ഓ, അത്താഴം കഴിഞ്ഞോ ആവോ? ആ, കഷ്ടിച്ച് കഴിഞ്ഞു എന്ന് പറയാം. വേണമെങ്കിൽ കൂടാം. ഏയ്, ഇന്നിനെ ഒന്നും ചെല്ലൂല. വരട്ടെ, നാളെ കിടക്കാം. ഓ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വാടകക്കാരൻ ബാലു, ബാലേന്ദ്രൻ നായരെന്നാ മുഴുവൻ പേര്. നമസ്തേ. ബാലേന്ദ്രൻ, ഞാൻ പറഞ്ഞില്ലേ വടക്കത്തെ വീട്ടിൽ. ഇരിക്കൂ. ജോലിയാണ് എന്നറിയാമായിരുന്നു, പക്ഷെ അക്കാഡമിയിലാ സംഗീതം പഠിപ്പിക്കുക എന്നൊക്കെ ഇന്ന് അറിഞ്ഞ്. എനിക്കാണെങ്കിൽ ഈ സംഗീതം വെച്ചാൽ വലിയ ഭ്രാന്ത. പക്ഷെ വാതുറന്ന് പാടിയ സ്വന്തം അച്ഛനും അമ്മയും പോലും സഹിക്കില്ല. ഇന്നലെ കേട്ടു. അത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോ ഇനി ശ്രദ്ധിച്ചോളാം. ബാലുവിന് ചായ വേണ്ട, ഞാൻ എല്ലാം തുടങ്ങിയിരിക്കുന്നു. കാലത്ത് പാല് കാച്ചി, ഉപ്പാവ് ഉണ്ടാക്കി, പഴവും കൂട്ടി വിശദമായിട്ട് തട്ടി. ഈ പാചകമൊക്കെ എങ്ങനെ വശത്താക്കി? ചെറുപ്പം മുതൽക്കുള്ള ശീല. അമ്മ തനിച്ചല്ലേ, എന്റെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ടെന്താ, ബാങ്കിൽ ജോലി കിട്ടി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നപ്പോ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എപ്പോഴാ പോവാ? നാളെ. നേര് പറയാലോ, എന്നെ ഒരു സംഗീതജ്ഞനാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു. ഒരു മാഷ ഏർപ്പെടുത്തിയ. പക്ഷേ അച്ഛന് സംഗീതത്തെ പറ്റി അല്പം വിവരം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞതങ്ങ് നിർത്താൻ, വേണ്ട പഠിക്കണ്ടെന്ന്. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവനവന്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക. മേശപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന ഈ ഫയലിനിടയ്ക്ക് സംഗീതത്തിനൊക്കെ എവിടെ സൗകര്യം കിട്ടുക? മനസ്സിൽ അല്പം സംഗീതം ഉണ്ടാവുക ഒരു ഭാഗ്യ. അത് പഠിക്കാനും പിന്നെ പഠിപ്പിക്കാനും കഴിയാന്നുള്ളത് വലിയ ഭാഗ്യ. അതെ, വീടിന്റെ സൗകര്യങ്ങളൊക്കെ? ഞാൻ തനിച്ചല്ലേ, വല്ലതും ഉണ്ടാക്കി കഴിക്കണം. എഴുതാനും വായിക്കാനും ഒന്ന് കിടക്കാനുള്ള സൗകര്യവും വേണം. കുറച്ചുപേരെ കാണാനുണ്ട്, ഒന്ന് കറങ്ങിട്ട് വരാം. ഉച്ചയ്ക്ക് ഊണ് ഇവിടെ ആവാം. മോള് വന്നതല്ലേ? ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് സ്വയംകൃതിയാവാന്ന് കരുതിയതാണ്. ആയിക്കോട്ടെ, വരാം. പറ്റേ. അമ്മ അടക്കമുള്ള എല്ലാ സ്ത്രീകളെക്കാളും ഭേദമായ എന്റെ പാചകം എന്നാ ഞാൻ വിചാരിച്ചത്. തോറ്റു. പിന്നെ വാസന കൊണ്ട് രുചി അറിയാനുള്ള മിടുക്ക്, അതും തെറ്റി. ഒന്നാന്തരം എന്നൊക്കെ പറഞ്ഞാ മതിയോ? ഒരാ സറണ്ടർ. അല്ല, ഉദ്യോഗത്തിന്റെ സംഗീതത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെ വശാക്കി? അമ്മ ഉണ്ടായിട്ടും ബാലു ഇതൊക്കെ ശീലിച്ചില്ലേ? അമ്മയില്ലാത്തോണ്ട് ഇവളും. ഫലത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കഥ ഒരുപോലെയായി. പാചക വിദ്യയെ തോറ്റു എന്ന് പറഞ്ഞാ തോറ്റെന്ന് അർത്ഥമില്ല. ഞാൻ ചില അവസാന പ്രയോഗങ്ങൾ കാണിച്ചു തരാം. അടുത്ത ആഴ്ച വരുമല്ലോ. വേണ്ട, ഞാൻ എടുത്തോളാം. ഇല്ല, വലിക്കില്ല. ഞാനും വലിക്കില്ല. ഒരു ദിവസം 3 എണ്ണം. രാവിലെ 1, ഉച്ചയൂണിന് ശേഷം 1, രാത്രിയിൽ 1. ഇതൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. കോളേജ് പഠിക്കുന്ന കാലത്ത് മുണ്ട് മടക്കി കുത്തുക, മീശ വെക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ആണുങ്ങളാവില്ല എന്നൊരു ധാരണ ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയതാ. ഇതേ ഉള്ളു പേരിന് മാത്രം. പുതിയ ശീലമൊന്നുമില്ല. ബാലു തന്നോട് വലിച്ചേ ഉള്ളൂ. ഒരു അപേക്ഷയുണ്ട്. ഒരു പാട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്. ഇപ്പോഴോ? ഒന്ന് പാടും മോളെ. ഇപ്പോഴെങ്ങനെയാ പാടുക?
ഊണ് കഴിഞ്ഞ ഉടനെ പാടൂലെന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ എപ്പോഴാ പാടാൻ കഴിയാന്ന് വെച്ചാ അപ്പൊ ഞാൻ വന്ന് കേട്ടോളാം. ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്. ഉറക്കമല്ല, നടുവ് നീർക്കാന്ന് പറയും. അത് കോളേജിലായാലും ഓഫീസിലായാലും വീട്ടിലായാലും ഒക്കെ പതിവാ. സിഗരറ്റ് കാത്തിരുന്ന് അച്ഛന് കിട്ടിയ അയൽവക്കം കൊള്ളാം. നമ്മൾ കേട്ടിരിക്കാന്നുള്ള ജോലി മാത്രമല്ലേ ഉള്ളൂ. അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ദീപാരാധന കഴിഞ്ഞോ? ഇല്ല. ഞാൻ തൊഴുതിട്ട് വരാം. ഒരാളും കൂടെ ഉണ്ട്, ഒന്നിക്കണേ. വെളുപ്പിനെ തന്നെ പുറപ്പെട്ടു അല്ലേ? കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ ദുശീലങ്ങളിൽ ഒന്നാ. അതിരാവിലെ എണീറ്റ് കടയിൽ നിന്നൊരു ചായ കുടിക്കണം. കൂട്ടത്തിലൊരു വ്യായാമമായി ഈ നടപ്പേ. ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെ? വലിയ പ്രത്യേകതയൊന്നുമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ? ഹേയ്, എല്ലാ ഹോസ്റ്റലിലെയും കുക്ക് ഒന്ന് തന്നെ എന്റെ സംശയം. എല്ലാം ടേസ്റ്റ് ഒന്ന് തന്നെ. എവിടാ പഠിച്ചത്? അക്കാഡമിയില. അപ്പൊ ഇപ്പൊ പഠിപ്പിക്കുന്നു? അവിടെ തന്നെ. ആ, അതൊരു ഭാഗ്യം തന്നെ. ടൗണിലെ ആദ്യം പോസ്റ്റിംഗ് കിട്ടിയത്, പിന്നെ കുറെ കഷ്ടപ്പെട്ട ഇങ്ങോട്ട് മാറ്റാൻ വാങ്ങിയത്. എന്തൊക്കെയായാലും നഗരത്തിന്റെ ചട്ടവട്ടങ്ങളും നമ്മുടെ ഒരു ശീലമായിട്ട് ഒത്തുപോവില്ല. സമയം കളയാൻ സിനിമയോ ബീച്ചോ കോഫി ഹൗസോ എങ്ങനെ? നഗര ജീവിതമാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ പുറത്തൊന്നും പോവാറില്ല. ക്ലാസ് കഴിഞ്ഞാൽ ഹോസ്റ്റൽ, അത്ര തന്നെ. ബസ് എത്ര മണിക്കെത്തും? 11 ആവും. അപ്പൊ ലേറ്റ് ആവില്ലേ? തിങ്കളാഴ്ച ദിവസം അങ്ങനെ ചില സ്വാതന്ത്ര്യമൊക്കെ ആവാം. ആ, ഒരു കാര്യം പറയാൻ മറന്നു. അടുത്ത ആഴ്ച വരുമ്പോ കുറെ നല്ല വീക്കിലികളും മറ്റും സംഘടിപ്പിച്ചുകൊണ്ടുവന്നാൽ കൊള്ളാം. ഇവിടെ കിട്ടാനില്ല. ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ മാത്രം. അല്ല, ഇത്തവണ പാടില്ല, അടുത്ത പ്രാവശ്യങ്ങളിൽ ഒരു പാട്ട്. വായിച്ചോളൂ, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഒരാൾ വന്നിരിക്കുന്നു. ഇന്ന് ഡ്യൂട്ടി ഉച്ചയ്ക്ക് കഴിഞ്ഞു. ഹോസ്റ്റലിൽ പോയി ഒറ്റയ്ക്ക് കൂത്തിരിക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. തന്നെയും കൂട്ടി ഒന്ന് പുറത്തു പോയാലോന്ന് ആലോചിച്ചാ വന്നത്. എനിക്ക് ക്ലാസ് ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ പ്രിൻസിപ്പളമ്മയെ കണ്ടു പറഞ്ഞോളാം. ഒരു സ്റ്റൈലൻ സിനിമയുണ്ട്. ട്രാജഡിയൊന്നുമില്ല. 1 മാസത്തേക്ക് ചിരിക്കാനുള്ള വകയുണ്ടെന്നാ കണ്ടവരെല്ലാം പറഞ്ഞത്. ശരി, എന്നാ വേണ്ട, സിനിമ വിട്ടേക്കാം. ഹാൻഡ്ലൂമിന്റെ എക്സിബിഷൻ സ്റ്റാൾ തുറന്നിട്ടുണ്ട്. നല്ല സെലക്ഷൻസ് ഉണ്ടാവും. ചീപ്പുമാണ്. അടുത്ത ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയാ. തന്നെപ്പോലെ ഇത്ര കണ്ണി ചോരയില്ലാത്ത ഒരെണ്ണത്തിന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വല്ലപ്പോഴും ഒരു ചെറിയ ത്യാഗം ചെയ്യുന്നതേ തെറ്റൊന്നല്ല കേട്ടോ. വൈകുന്നേരം അങ്ങ് വരുമല്ലോ, നോക്കിക്കോ. ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ കുത്തിരുന്ന് ബോറടിച്ച് മരിക്കും. പിന്നെ നാളെ പോലെ തനിക്ക് ആരാ കൂട്ടുണ്ടാകാൻ പോണെന്ന് അറിയണമല്ലോ. ഇവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ബാങ്കുകാരുടെ. ഇന്നലെ അറിഞ്ഞത്. കാലത്തുള്ള മെയിലിന് പുറപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് വീട്ടിൽ അച്ഛനോട് പറയാൻ പറ്റില്ല. ഇരിക്കും. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഓടി വന്നത്. എപ്പോഴാ ക്ലാസ് കഴിയ? 4 മണിക്ക്. അല്ല, ഉച്ചയ്ക്ക്. അത് 1 മണിക്ക്. എന്താ? ഒന്നും ഉണ്ടായിട്ടല്ല. ഈ കോൺഫറൻസ് എന്നൊക്കെ പറഞ്ഞ അതൊക്കെ പേരിനെ ഉണ്ടാവും. അവിടെ പോയി ഒന്ന് തല കാണിച്ചിട്ട് വന്നാൽ മതി. അല്ല, വേറൊന്നല്ല.
ചെറുപ്പത്തിലോ മറ്റോ വന്നൊരു ഓർമ്മയുള്ളൂ പട്ടണത്തിലെ. ഇവിടെ കാണാൻ പലതും ഉണ്ടാവുമല്ലേ? പിന്നെ പട്ടണമല്ലേ, പലതും ഉണ്ടാവും. എനിക്കത്ര വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ ക്ലാസിന്റെ ഏർപ്പാട് അത്ര വലിയ താമസാവില്ല അച്ഛാ. ഒന്നിച്ചു പോകായിരുന്നു എന്ന് വെച്ച് പറഞ്ഞാണ്. എനിക്കും ഇവിടെ അത്ര വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ രണ്ടുപേരും കണക്കല്ലേ? എവിടെ താമസം? ഏയ്, അതിനൊന്നും സാവകാശമില്ല. വൈകുന്നേരം തന്നെ തിരിച്ചു പോണം. അച്ഛനോട് വല്ലതും പറയാനുണ്ടെന്ന് വെച്ചാ? ഇല്ല, ഒരു പീരീഡ് കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ 4 മണിക്ക് ക്ലാസ് കഴിയുമെന്ന് പറഞ്ഞിട്ട്. അടുത്ത ആഴ്ച കുട്ടികൾക്ക് പരീക്ഷയാ. ഇനിയിപ്പോ നാളെ ആ വഴിക്ക് ബസ്സുള്ളൂ. ഹോട്ടലിൽ ഒരു മുറിയെടുത്തു. അപ്പൊ അവിടെ സമയം കളയാൻ. ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെ ആണുങ്ങളായിട്ട് ആരുമില്ലെന്ന് വന്നു കഴിഞ്ഞപ്പോഴാ ഓർത്തത്. വല്ലാണ്ട് വിഷമിച്ചു. ഞാൻ വന്നത് ഈ ബാങ്കുകാരുടെ കോൺഫറൻസ് ആണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞ ഒരു ചെറിയ നുണയാ. ചെറുതല്ല, സാമാന്യം ഒരു വലിയ നുണ തന്നെയാ. തുറന്നു പറഞ്ഞ ഞാൻ വന്നത് കാവേരി ഒന്ന് കാണാനാ. അതിന് മാത്രമാ. ആഴ്ച അവസാനം വരുമെന്നറിയാം. പക്ഷെ അതുവരെ കാക്കാനുള്ള ക്ഷമയുണ്ടായില്ല. ഞാൻ അമ്മയ്ക്ക് ഒറ്റ മോനാ. പഠിത്തം കഴിഞ്ഞ് താമസിയാതെ ജോലിയും കിട്ടി. അതിനിടയ്ക്ക് അമ്മ വല്ലപ്പോഴും സൂചിപ്പിക്കുന്നല്ലാണ്ട് ഒരു വിവാഹം കഴിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എങ്കിലും പ്രായപൂർത്തിയാവുമ്പോൾ തനിക്ക് വരാൻ പോകുന്ന ആളെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും അല്ലേ? പെൺകുട്ടികളുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. അതത്ര വ്യക്തമൊന്നും അല്ലായിരുന്നു. പക്ഷെ ആദ്യമായി കാവേരിയെ കണ്ടപ്പോ തന്നെ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാർക്ക് പലർക്കും പ്രേമമുണ്ടായിരുന്നു. എനിക്കങ്ങനെ ആരോടും തോന്നിയിട്ടില്ല. 2-3 ദിവസം മുമ്പാ ആദ്യമായി കണ്ടത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ തക്ക അടുപ്പമായോ? എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ഇത് പറയാൻ എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ ലീവ് പോലും എടുക്കാണ്ട് ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഇനി ഞാൻ പോട്ടെ. ഇപ്പൊ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ. ശനിയാഴ്ച ആകുന്നവരെ ഞാൻ നോക്കിയിരിക്കും. അതുവരെ കാവേരിക്ക് സമയമുണ്ട്. മനസ്സിലിട്ട് നല്ലപോലെ ആലോചിച്ച് പോട്ടെ. പരിചയപ്പെട്ടിടത്തോളം ബാലു കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് വേറെ പ്രാരാബ്ധമൊന്നുമില്ല. വേണ്ടതിലധികം സ്വത്തുണ്ട്. ഭേദപ്പെട്ട ഒരു ജോലിയുണ്ട്. ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതുമാണ്. പ്രായം കൂടുന്തോറും മനസ്സിന് ശക്തി ഇല്ലാണ്ടാകുകയാണ് മോളെ. പേടിയായി തുടങ്ങി. നിനക്ക് ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ വ്യാധി. നാളെ ബാലു ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ഇത് കൂടുതലൊന്നും അച്ഛന് പറയാനില്ല. എന്താ മോളെ? അച്ഛൻ ബാലുവിനോട് എല്ലാം പറഞ്ഞോ? അയാളുടെ ഉത്സാഹം കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ബന്ധത്തിന് ഞാൻ എതിരല്ല. പക്ഷേ എന്റെ എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞിരിക്കുന്നതല്ലേ അച്ഛാ ഞങ്ങളുടെ ഭാവിക്ക് നല്ലത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഓർക്കണോ മോളെ? അച്ഛൻ ഒരാഗ്രഹം പറഞ്ഞേ ഉള്ളൂ. ഇനിയൊക്കെ മോളുടെ ഇഷ്ടം.
നമസ്തേ. രാമനാരായട്ടൻ. നമസ്തേ. എന്റെ അമ്മ. വരൂ അകത്തേക്ക്. രാമനായരെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോ ഇവന് 100 നാക്കാം. ഇങ്ങോട്ടിരിക്കാം. രാമനായർ ഇരുന്നോളൂ, ഞാനിവിടെ ഇരുന്നോളാം. അങ്ങോട്ടിരിക്കാലോ. ഏയ്, ഞാൻ പറയാതെ അവൻ ഇരിക്കൂല. അങ്ങനെയാ ശീലം. ഇരുന്നോടാ മോനെ. രാമനായരുടെ മകളില്ലേ ഇവിടെ? അടുക്കളയിലോ മറ്റായിരിക്കും. മോൾ ഉദ്യോഗത്തിന് പോകുമ്പോ ആരാ രാമനായർക്ക് ഒരു സഹായം? അങ്ങനെ പ്രത്യേകിച്ചാരുമില്ല. എന്റെ ഒരാളുടെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും മിണ്ടാനും പറയാനും ആരും ഇല്ലാച്ചാൽ സമയം നീങ്ങണില്ലാന്ന് തോന്നും. ആഴ്ചയിൽ ഒരിക്കൽ ഇവൻ വന്നു പോയാ പിന്നെ അടുത്ത തവണ വരണ വരെ 1 വർഷത്തിന്റെ നീളമുണ്ടെന്ന് തോന്നും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ അവരായി അവരുടെ പാടായി. കാള പോലെ വളർന്നെങ്കിലും ഇവൻ ഇപ്പോഴും അമ്മയുടെ ഇല്ലാ കുഞ്ഞ. ഒറ്റയ്ക്ക് മാറി താമസിക്കുന്നത് തന്നെ ഇതാദ്യമാ. ബാലുവിന്റെ അമ്മയാ. കാവേരി അല്ലേ? അതെ. അക്കാഡമിയിലാണ്. ആഴ്ചയിൽ ഒരിക്കലേ വരവുള്ളൂ. 1ാം തരമായിട്ട് പാടും. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. ഒക്കെ അറിയാം. കുടിക്കാൻ എന്തെങ്കിലും? എന്തായാലും വിരോധമില്ല. കാപ്പിയാ എനിക്ക് പഥ്യം. പക്ഷെ ഇവൻ അച്ഛന്റെ മട്ട ചായക്കാരനാ. വെളുപ്പിനെ പുറപ്പെട്ടതല്ലേ, കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട. യാത്ര തന്നെ പതിവില്ലാത്തതാ. വിശപ്പൊക്കെ കെട്ടു. നിനക്കെന്തെങ്കിലും കഴിക്കണോടാ ശാപ്പാട്ട് രാമ? ഇപ്പോഴൊന്നും വേണ്ട. ഞാൻ കാപ്പി എടുക്കാം. കുറച്ചു ദിവസം ഉണ്ടോ മോന്റെ കൂടെ? ഏയ്, പൊറതിക്കൊന്നും വന്നതല്ല. നല്ല കഥയായി. 1000 കൂട്ടം കാര്യങ്ങളുണ്ടവിടെ. ഒക്കെത്തിനും എന്റെ കണ്ണ് തന്നെ ചെല്ലണം. വൈകുന്നേരം തന്നെ പോണം എന്നാ എനിക്ക്. പിന്നെ വന്നതല്ലേ, ഇന്ന് ഇവന്റെ കൂടെ കൂടിയിട്ട് വെളുപ്പിനെ പോകാമെന്നാ ഇപ്പൊ തീരുമാനം. ഞാനെന്നാ ടാക്സി പറഞ്ഞോട്ടെ. മാർക്കറ്റിൽ പോയി ഇത്തിരി സാധനവും വാങ്ങണം. അമ്മ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും ഞാനിങ്ങെത്താം. എന്ത് സാധനം വാങ്ങിക്കാൻ? എനിക്ക് നീ വലിയ സദ്യ ഒന്നും ഒരുക്കണ്ട. അല്ല, ഉച്ചയ്ക്ക് ഊണ് ഇവിടുന്നാവാം. വേണ്ട, അവന്റെ ഒരാഗ്രഹമല്ലേ, നടന്നോട്ടെ. പിന്നെ ഇവന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചെയ്യാലോ. എന്നാ ഞാനൊന്നിറങ്ങി. വേഗം ഇനി വരണം. ഞാൻ കൂടെ അടുക്കളയിലേക്ക് ചെല്ലാം. പെണ്ണുങ്ങൾ ഒരു വീട്ടിൽ വന്നിട്ട് ഉമ്മറത്ത് ഒതുങ്ങിക്കൂടുന്നത് ശരിയാണോ? പാലിനെങ്ങനാ? പശു ഉണ്ടോ? ഉണ്ട്. ആരാ വിറ്റയൊക്കെ നോക്കാനും ഒഴിച്ചു കെട്ടാനും? അച്ഛൻ തന്നെയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ പെൺകുട്ടികളെ ജോലിക്ക് പോണത് ശരിയല്ല എന്ന് ഞാൻ പറയണത്. പിന്നെ ഒരു കണക്കിന് നോക്കിയാ 4 ലക്ഷം പഠിച്ച പെൺപിള്ളേര് വീട്ടിലിരുന്ന് വേറെ ഇറങ്ങണമെന്ന് ശരിയല്ല. മോളെ ചായ അവിടെ വെച്ചേരെ. അവൻ ചന്തയിലോ മറ്റോ പോയിരിക്കുക അവന്റെ അമ്മയെ സൽക്കരിക്കാനുള്ള ചട്ടവട്ടങ്ങൾ ഒരുക്കാൻ.